നമസ്കാരം, ICJ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സുസ്മിത ഷാജി. പ്രധാന വാർത്തകൾ. ഡൽഹി പ്രതിഷേധത്തിന് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുത്തു. സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതിനുള്ള ബിൽ തയ്യാറായി. ഹമാസ് വെടിനിർത്തൽ പദ്ധതി തള്ളി ഇസ്രായേൽ. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ RT രവിവർമ്മ അന്തരിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ ഹിസ്റ്ററൈസിംഗ് ദ ടേം ഇന്ത്യ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഡൽഹി പ്രതിഷേധത്തിന് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുത്തു. കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധത്തിന് ഇന്ന് തുടക്കം. ഡൽഹിയിലെ കേരള ഹൌസിന്റെ സമീപത്ത് ജന്തർ മന്ദിറിൽ രാവിലെ 11 ആരംഭിച്ച പ്രതിഷേധത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സംസ്ഥാന മന്ത്രിമാർ, MP-മാർ, MLA-മാർ എന്നിവർ പങ്കെടുത്തു. സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതിനുള്ള ബിൽ തയ്യാറായി. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിനുള്ള ബിൽ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. സ്വകാര്യ സർവകലാശാല ബില്ലിലെ വ്യവസ്ഥകളിൽ ചെറിയ ഭേദഗതികളോടെയായിരിക്കും വിദേശ സർവകലാശാല ക്യാമ്പസുകൾക്കുള്ള നിയമം തയ്യാറാക്കുകയെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഹമാസ് വെടിനിർത്തൽ പദ്ധതി തള്ളി ഇസ്രായേൽ. ഇസ്രായേലിന്റെ പരിപൂർണമായ പിന്മാറ്റം ആവശ്യപ്പെട്ട് ഹമാസ് മുന്നോട്ട് വെച്ച 135 ദിവസത്തെ വെടിനിർത്തൽ പദ്ധതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പിൻവലിച്ചു. സംഘർഷം തുടരാനാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമായി എന്ന് ഹമാസ് പ്രതികരിച്ചു. സംസ്ഥാനത്തെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ RT രവിവർമ്മ അന്തരിച്ചു. കേന്ദ്ര കൃഷി വകുപ്പ് മുൻ ജോയിന്റ് ഡയറക്ടർ, കാർഷിക സർവകലാശാല പ്രസിദ്ധീകരണ വിഭാഗത്തിന്റെ എഡിറ്റർ, മലയാള മനോരമയുടെ കർഷകശ്രീ മുൻ എഡിറ്റർ ഇൻചാർജ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. പാറമേക്കാവ് ശാന്തിഘട്ടിലായിരുന്നു സംസ്കാരം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ ഹിസ്റ്ററൈസിംഗ് ദ ടേം ഇന്ത്യ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ മാധ്യമ വിദ്യാർത്ഥികൾക്കായി ഹിസ്റ്ററൈസിംഗ് ദ ടേം ഇന്ത്യ എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. അധ്യാപികയായ സ്വാതി ചിത്ര S ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു. ICJ പ്രിൻസിപ്പൽ ഡോക്ടർ ലിജിമോൾ P ജേക്കബ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് മഹാത്മാഗാന്ധി സർവകലാശാല ഗവേഷണ വിദ്യാർത്ഥി ജോർജ് വർഗീസ് സെമിനാർ നയിച്ചു. ഇന്ത്യ എന്ന പദത്തിന്റെ ആവിർഭാവത്തെക്കുറിച്ചും അതിന്റെ പേരിൽ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന വിവാദങ്ങളെക്കുറിച്ചും സെമിനാറിൽ പരാമർശിച്ചു. ഇന്ത്യ എന്ന പദം ഒരു കൊളോണിയൽ തേർവാഴ്ചയുടെ പ്രതിഫലനമാണെന്നും അതിന് നമ്മുടെ നാടിന്റെ പാരമ്പര്യത്തെയും സ്വത്വത്തെയും ഉൾക്കൊള്ളാനുള്ള ശേഷി ഉണ്ടോ എന്നുമുള്ളതാണ് ഇന്ന് ഉയർന്നുവരുന്ന വാദം. ഇതിലെ വസ്തുത തിരിച്ചറിയുക എന്ന ധർമ്മമാണ് മാധ്യമ വിദ്യാർത്ഥികൾക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ നിന്നും ഭാരതത്തിലേക്ക് വരുമ്പോൾ മതപരമായ ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന വാദമുണ്ട്. എന്നാൽ ഹിന്ദ്, ഹിന്ദുസ്ഥാൻ, ഭാരതം എന്നീ പദങ്ങൾ ഹിന്ദുമതത്തിന് മാത്രമായി അവകാശപ്പെടാനുള്ളതല്ല. ഇന്ത്യ കണ്ട യഥാർത്ഥ ഹിന്ദു മഹാത്മാഗാന്ധിയാണ്. ഗാന്ധിജി പറഞ്ഞ രാമനല്ല ഇന്ന് നാം കേൾക്കുന്ന രാമൻ. അതിന് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അധ്യാപക പ്രതിനിധിയായ പ്രിയങ്ക പുരുഷോത്തമൻ മറുപടി പ്രസംഗം നടത്തി. വിദ്യാർത്ഥി പ്രതിനിധി ലിനു K ജോൺ കൃതജ്ഞത അർപ്പിച്ചു. അഫീദ, ICJ ന്യൂസ്, കോട്ടയം. കാലാവസ്ഥാ വാർത്തകൾ. എൽനിനോ പ്രതിഭാസം നിലനിൽക്കുന്നതിനാൽ സംസ്ഥാനത്ത് ഈ വർഷം വരണ്ട കാലാവസ്ഥയായിരിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. കായിക വാർത്തകൾ. അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിൽ. സെമി ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 2 വിക്കറ്റിന് തോൽപ്പിച്ച് 6ാം കിരീടം നേടിയാണ് ഇന്ത്യ ഫൈനലിലെത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡൽഹി പ്രതിഷേധത്തിന് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുത്തു. സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതിനുള്ള ബിൽ തയ്യാറായി. ഹമാസ് വെടിനിർത്തൽ പദ്ധതി തള്ളി ഇസ്രായേൽ. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ RT രവിവർമ്മ അന്തരിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ ഹിസ്റ്ററൈസിംഗ് ദ ടേം ഇന്ത്യ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.